പാലയായിട്ട് വരാം. വർഷങ്ങൾക്ക് മുമ്പ് ഒരുമിച്ച് ഒരു പാർട്ടി പ്രവർത്തിച്ചവരാണ് മാണി സി കാപ്പനും ജോസ് കെ മാണിയും ഷോൺ ജോർജും. എന്നാൽ ഇപ്പോൾ ആ മൂന്നുപേരും 3 പാർട്ടിയിൽ നിന്ന് മത്സരിക്കുകയാണ്. കേരളം മാത്രമല്ല കേന്ദ്രവും ഉറ്റുനോക്കുന്ന മണ്ഡലമാണ് പാല. ജോസ് കെ മാണി, മാണി സി കാപ്പൻ, ഷോൺ ജോർജ്. സാറിന്റെ അഭിപ്രായത്തിൽ ആർക്കാണ് ഒരു ത്രികോണ മത്സരമുണ്ടോ അവിടെ? ത്രികോണ മത്സരമുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഷോൺ ജോർജ് നന്നായി അവിടെ ഫീൽഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ 5 വർഷമായിട്ട്. ഷോൺ ജോർജ് കാരണം ഈ പാലായും പൂഞ്ഞാറും എന്നൊക്കെ പറയുന്നത് വളരെ ബോർഡർ ഏരിയയാണ്. പിന്നെ ഈ ഷോൺ ജോർജ് നേരത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു. അത് ആ ബോർഡർ ഏരിയയിൽ തന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു. അപ്പോൾ അത് പുതിയ പൊളിറ്റീഷ്യനൊന്നും അല്ല ഷോൺ ജോർജ്, പഴയ പൊളിറ്റീഷ്യനാണ്, എക്സ്പീരിയൻസ്ഡ് ആളാണ്. അതുകൊണ്ട് ഷോൺ ജോർജ് നന്നായി വോട്ട് പിടിക്കും. പക്ഷേ ഷോൺ ജോർജ് പിടിക്കുന്ന വോട്ട് മാണിയുടെ സി കാപ്പൻ്റെ ആണോ ജോസ് കെ മാണിയുടെ ആണോ എന്നുള്ളതൊരു വലിയൊരു ചോദ്യമാണ്. അപ്പോൾ ആരുടെ വോട്ട് പിടിക്കും അതനുസരിച്ചാണ്. കാരണം സഭ നോക്കുമ്പോൾ മിക്കവാറും എല്ലാം ഒരേ സഭക്കാരാണ്. ജോസ് കെ മാണി ജയിച്ചാൽ LDF വരികയും ചെയ്താൽ ജോസ് കെ മാണി മന്ത്രിയാണ്, UDF വന്നാൽ മാണി സി കാപ്പൻ മന്ത്രിയാണ്. ഇതാണ് അവിടെ കൊടുത്തിരിക്കുന്ന ഒരു പിക്ചർ, ജനങ്ങൾക്ക് കിട്ടുന്ന പിക്ചർ. അപ്പോൾ ആ പിക്ചറിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഈ പറഞ്ഞ കണക്ക് ഒരു ടൈറ്റ്നെസ് ഉണ്ട് അവിടെ. പക്ഷേ പാലയിൽ സാറേ ഒരു അഡ്വാൻറ്റേജ് പിന്നെ ഷോൺ ജോർജിനുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ വിഭാഗത്തെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റ് ജനവിഭാഗങ്ങൾ, ഉദാഹരണം വിശ്വകർമ്മ നല്ല രീതിയിൽ പിന്നെ വോട്ടേഴ്സുള്ള പാലയും തിരുവല്ലയൊക്കെ വിശ്വകർമ്മ വലിയൊരു വോട്ടിംഗ് ബേസാണ്. അതിൽ വിശ്വകർമ്മ, നായർ, ഈഴവ ഇങ്ങനെയുള്ളൊരു ഇത് പൂഞ്ഞാറിൽ ഇതേ പ്രശ്നമുണ്ട്. ഈഴവരെ അവിടെ ഒറ്റക്കെട്ടായിട്ട് PCക്ക് ഒപ്പമാണ്. അപ്പോൾ ഈ സമുദായങ്ങളെല്ലാം ഇക്കുറി അത് ഇവിടെ മാത്രമല്ല കേരളത്തിലാകമാനൊരു ഹിന്ദു കൺസോൾട്ടേഷൻ ഉണ്ടായിട്ട് പലരും കാണാത്തൊരു വിഷയമാണ്. കാരണം പിന്നെ നമ്മളെല്ലാ പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏതാ ഈ മുസ്ലിം കൺസോൾട്ടേഷൻ എന്നുള്ളതാണ്. ഞാനൊരു ചെറിയൊരു ഫാക്റ്റ് പറയാം. അതായത് ആകെ 28% പിന്നെ നമ്മുടെ മുസ്ലിം ജനസംഖ്യ എന്ന് പറയുന്നത്. ആ 28% മുസ്ലിങ്ങളിൽ 90% എല്ലാ ഇലക്ഷനും വോട്ട് ചെയ്യാറുണ്ട്. അത് പിന്നെ നിസ്തർക്കമാണ്, എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. കാരണം അവർ ഈ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് അവരുടെ സ്ഥാനാർത്ഥികൾ അവർക്ക് താല്പര്യമുള്ള പാർട്ടി ജയിപ്പിക്കാൻ വേണ്ടി അവർ എൻമാസായിട്ട് വോട്ട് ചെയ്യും. അത് സ്ത്രീയും പുരുഷനും എല്ലാം ഒറ്റക്കെട്ടാണ്. പക്ഷേ ഹിന്ദുക്കളിൽ 53% പിന്നെ വോട്ടുള്ള ഹിന്ദുക്കളിൽ ആകെ ഓരോ ഇലക്ഷൻ വോട്ട് ചെയ്യാൻ പോകുന്നത് 53 മുതൽ 55% വരെ വോട്ടേഴ്സാണ്. അതിൻ്റെ അപ്പുറം ഹിന്ദുക്കൾ വോട്ട് ചെയ്യാൻ പോകാറില്ല. പക്ഷേ ഇക്കുറി നമ്മൾ വോട്ടിംഗ് ശതമാനം പരിശോധിച്ച് കഴിഞ്ഞാൽ ഹിന്ദുക്കളുടെ വോട്ടിംഗ് പാറ്റേണിലാണ് കൂടുതൽ വർധന വന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കൺസോൾട്ടേഷൻ അവരുടെ ഭാഗത്ത് വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒന്നേണ്ട കാരണങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഈ പിണറായി വിജയൻ ശബരിമലയായിട്ട് ബന്ധപ്പെട്ടുള്ള ജനങ്ങളുടെ അതിരൂക്ഷമായ രോഷം, ഒരു പണി കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിരോധം. 2, BJP ഒരു ക്യാമ്പയിൻ പോലെ കൊണ്ടുവന്ന ഒരു മുദ്രാവാക്യമുണ്ട്. അതായത് ഈ 2 കക്ഷികളും എന്താണ് ഈ മുസ്ലിം തീവ്രവാദ സംഘടനകളുടെ വോട്ടിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ പ്രകടനത്തിന് വേണ്ടി അവരുടെ പിന്നാലെ നടക്കുന്നു എന്ന് പറയുന്ന ഒരു ക്യാമ്പയിനും ഒപ്പം LDF UDF 2 അല്ല 1 എന്നുള്ള തരത്തിലുള്ള പ്രചരണവും ഫീൽഡ് ലെവലിൽ നന്നായിട്ട് വർക്കായി എന്നുള്ള ഒരു വാസ്തവമാണ്. ആ വാസ്തവം ഒരുപക്ഷെ ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടീസ് അംഗീകരിക്കുന്നില്ലെന്നാണ്. അത് പക്ഷേ 4-ാം തീയതി അത് അംഗീകരിക്കേണ്ടവർ വരും. കാരണം അതാണ് ഒരു റിയൽ പിക്ചർ ഇപ്രാവശ്യം കേരളത്തിൽ കണ്ടത്. അതിൻ്റെ ഒരു ഇഫക്റ്റ് ഈ പാലായിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ ഒരു കൺസോൾട്ടേഷൻ അവിടെ നടന്നിട്ടുണ്ട് എങ്കിൽ ഷോൺ ജോർജിന് അഡ്വാൻറ്റേജാണ്. ഇപ്പോൾ ജയിക്കോ തോക്കുമോ നമുക്കിപ്പോൾ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു അഡ്വാൻറ്റേജ് മറ്റ് 2 പേരും കിട്ടാത്തൊരു അഡ്വാൻറ്റേജ് ഷോൺ ജോർജ് ഇതുവഴി കിട്ടിയിട്ടുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്.